അടുത്തതായി ഇതിൽ പാടിയ ശ്രീമതി ജയശ്രീയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എത്തിയിട്ടില്ല. ഇത് കൂടാതെ ദീപ മുരളിയും ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ദീപ മുരളി ഡൽഹിയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ വേദിയിൽ പങ്കെടുത്തത്. വളരെ സന്തോഷമുണ്ട്. ആദ്യമായാണെന്ന് തോന്നുന്നു പി പി വെങ്കട് ഒരു അവസരം നൽകിയത്. ശ്രീ ദീപ മുരളി. അടുത്തതായി നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ശ്രീ ശക്തിവേലാണ്. വളരെ ഹൃദ്യമായിരുന്നു. ശ്രീ ശക്തിവേലിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിൽ ഗാനങ്ങൾ എഴുതിയത് ശ്രീ പി പി വെങ്കടിനെ കൂടാതെ ശ്രീ ഗോപാലകൃഷ്ണനുണ്ട്. അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗാനമായിരുന്നു വാവാ കണ്ണ എന്നുള്ള ഗാനം. അത് രതി ഗൗള എന്ന രാഗത്തിലാണത് ആലപിച്ചത്. അതിന് ഈണം നൽകിയത് ശ്രീ പി പി വെങ്കടാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇതുകൂടാതെ ഒരു ഗാനം എഴുതിയത് മിസസ് പൂർണിമ രവിശങ്കറാണ്. അത് ഉൻപദമേ ശരണം എന്ന ഗാനമാണ് ശ്രീമതി പൂർണിമ എഴുതിയത്. പൂർണിമ ബോംബെയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ശ്രീ പൂർണിമ രവിശങ്കറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഗാനം ചിട്ടപ്പെടുത്തിയതും ശ്രീ പി പി വെങ്കടാണ്. ഇത് കൂടാതെ ഒരു ഗാനം എഴുതിയത് മിസ്റ്റർ കാതൽമതിയാണ്. കാതൽമതി ഇവിടെ സന്നിധരായിട്ടില്ല. ശ്രീ പി വി വെങ്കട് അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റോ ചെന്നൈയിൽ കൊടുക്കുന്നതാണ്. ഓക്കെ. പിന്നീട് ഇത് വീഡിയോ റെക്കോർഡിംഗ് നടത്തിയ അതുപോലെ മ്യൂസിക് ഡയറക്ടറുമായ ശ്രീ സുന്ദർ സി ബാബുവിനെ ആദരിക്കുവാൻ ഞാൻ ക്ഷണിച്ചോളൂ. ഇതുകൂടാതെ ഈ കാസറ്റ് മാർക്കറ്റ് ചെയ്യുന്നത് വിഷ്ണു ക്രിയേഷൻസ് ചെന്നൈയാണ്. വിഷ്ണു ക്രിയേഷൻസ് ചെന്നൈയുടെ പ്രൊപ്പറേറ്റർ മിസ്റ്റർ ശിങ്കാരവേലുവിനെ ഞാൻ ഈ വേദിയിലേക്ക് അടുത്തതായിട്ട് ഈ ഒരു ആൽബം പ്രകാശനം ചെയ്യുകയാണ്. ഞാൻ ഈ വിശിഷ്ട അതിഥികളെ പ്രകാശനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചുള്ളൂ. പ്രധാന ശില്പിയായ ശ്രീ പി പി വെങ്കടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അത് ഈ ഒരു ചടങ്ങ് പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ 2 വാചകങ്ങൾ സംസാരിക്കുന്നതാണ്. ശ്രീ ഗംഭീര ഗാനമണി കലൈച്ചെൽവം ശ്രീ പി പി വെങ്കട് മാധം എന്ന പേരിലാണ് കൃഷ്ണഭക്തി ഗാനങ്ങളടങ്ങിയ ഈ CD പുറത്തിറക്കിയത്. ഇതിൽ 12 സിനിമാ ഗാനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പി പി വെങ്കടിന് കൂടാതെ മകൾ ദീപ പ്രദീപ് 2 ഗാനങ്ങളും കവിത, ജയശ്രീ, ദീപ മുരളി എന്നിവർ ഓരോ ഗാനവും ആലപിച്ചിട്ടുണ്ട്. ഇതിൽ പി പി വെങ്കടാണ് ഇതിൽ 6 ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. അതിൽ 8 ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നതും ശ്രീ പി പി വെങ്കടാണ്.
4 ഗാനങ്ങൾ ശ്രീ കാതൽമതി ഗോപാൽകൃഷ്ണൻ, പൂർണിമ രവിശങ്കർ എന്നിവരാണ് രചിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഈണം പാർന്നിരിക്കുന്നത് PP വെങ്കടിന് കൂടാതെ രജി ആനന്ദ് ആൻഡ് പീറ്റർ പ്രകാശാണ്. അവരിന്ന് ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തിട്ടില്ല. വിഷ്ണു ക്രിയേഷൻസാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് നടത്തിയിരിക്കുന്നത്. ഇത് ശ്രീ PP വെങ്കടിൻ്റെ 11ാമത്തെ ആൽബമാണ്. ശ്രീ PP വെങ്കട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. ശ്രീ PP വെങ്കട് പാലക്കാട്ട് ജനിച്ചു. അദ്ദേഹത്തിന് സംഗീതത്തോടുള്ള വളരെയധികം ഇഷ്ടത്തിൻ്റെ പേരിൽ അദ്ദേഹം സ്കൂളുകളിലും കോളേജുകളിലും പല ഫംഗ്ഷനിൽ പാടിക്കൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ഡോക്ടർ TM സൗന്ദരരാജൻ്റെ ശിഷ്യനായി. അങ്ങനെ TM സൗന്ദരരാജൻ മുംബൈ TM എന്നാണ് മുംബൈയിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മുംബൈയിൽ ഞങ്ങൾക്ക് വളരെയധികം പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ പല കച്ചേരികളും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു കാസറ്റിലൂടെ അദ്ദേഹം ചെന്നൈയും മുംബൈയും എല്ലാം വിട്ട് കേരളത്തിലോട്ടും അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് മലയാളത്തിലും പാടാൻ അവസരം നൽകണം എന്നതിൻ്റെ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാ ഭാവങ്ങളും ഞാൻ നേർന്നു. നമസ്കാരം. ബഹുമാനരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മാധവം എന്ന പേരിൽ ഒരു വീഡിയോ ആൽബം, മ്യൂസിക് ആൽബം ഇവിടെ റിലീസ് ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നതിൽ ഇതിൻ്റെ സംഘാടകരുടെ, റിലയൻസ് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ സംഘാടക സമിതിയോട് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് വളരെ തിരക്കുള്ള സൗകര്യമുള്ള ഒരു ദിവസമാണ്, നിങ്ങൾക്കറിയാം. എങ്കിലും ഇന്ന് ശ്രീകൃഷ്ണ സന്നിധിയിൽ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന കലാകാരന്മാരെയും ഭക്തന്മാരെയും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ എന്ന പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളിവിടെ വന്ന് ഈ കാസറ്റ് റിലീസിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി എന്നെനിക്കറിയാം. ശ്രീ ബാലസ്വാമി എന്നോട് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. എങ്കിലും ആവശ്യത്തിൽ കൂടുതൽ സമയവും ആവശ്യത്തിൽ കൂടുതൽ മറ്റ് കാര്യങ്ങളുമൊക്കെ ഈ പരിപാടിക്ക് ചെയ്തു തീർത്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ ഇതൊരു വെങ്കിട്ട് ഷോ ആണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം തന്നെ പാട്ട് എഴുതുക, അദ്ദേഹം തന്നെ മ്യൂസിക് കൊടുക്കുക, അദ്ദേഹം തന്നെ പാടുക എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ എത്രയോ കാസറ്റുകൾ ആദ്യത്തേതല്ല, ഇതിനു മുമ്പ് തന്നെ വേറെ കാസറ്റുകൾ തയ്യാറാക്കി മാർക്കറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ ഈ കാസറ്റുകൾക്ക് മാത്രമല്ല, അദ്ദേഹത്തിനും ഒരുപാട് പ്രശസ്തിയുടെ പടവുകൾ ഇനിയും എത്തിച്ചേരാനുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് പ്രശസ്തി കൂടുതൽ ലഭിച്ചിട്ടുള്ളത്, അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നും ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സംഘാടകരായിട്ട് വന്നിട്ടുള്ളവരെല്ലാവരും ഒരുപോലെ പ്രശസ്തരോ അല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള ബന്ധപ്പെട്ട ആളുകളാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട ആളുകൾ വിഷ്ണു ക്രിയേഷൻസിൻ്റെ ശ്രീ ശിങ്കാരവേലൻ, അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ, അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോടായിട്ടുള്ള സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അതിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ശ്രീ O രാജഗോപാലിൻ്റെ സണ്ണിലോ ആണെന്ന് അദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്. അതും എനിക്ക് വളരെയധികം സന്തോഷം. അതും ഗുരുവായൂർ ഭക്തനാണ്, ഇവിടെ വരുന്ന ആളാണ്, ഞങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രീ ബാബു ഈ റെക്കോർഡ് ചെയ്ത ശ്രീ ബാബുവിനെ പരിചയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം വളരെ പ്രശസ്തനായ ചിട്ടി ബാബുവിൻ്റെ മകനാണ് എന്ന് പറയാം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ് ഈ പേരുകളൊക്കെ, തമിഴ്നാട്ടിൽ നിന്നുള്ള പേരുകളൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ പാടുമ്പോൾ എൻ്റെ സുഹൃത്ത് പ്രസ് ക്ലബ്ബ് ശ്രീ ഉണ്ണിയോട് പറഞ്ഞു, ഈ സൗന്ദരരാജൻ്റെ രീതിയിലാണല്ലോ ഇദ്ദേഹം പാടുന്നതെന്ന്. പിന്നീടാണ് അത് പറഞ്ഞത് അദ്ദേഹം സൗന്ദരരാജനെ ആരാധിക്കുന്ന ഒരു ശിഷ്യനാണ്. എന്തായാലും സൗന്ദരരാജൻ്റെ ഗ്യാപ്പ് തമിഴ്നാട്ടിൽ ഫില്ല് ചെയ്യാനും ഇവിടെ പുതിയ രീതിയിൽ ഒരു മലയാളം ഗാനം നമ്മുടെ ഏതെങ്കിലും സിനിമയിൽ ആലപിക്കാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കാസറ്റ് റിലീസിൽ പങ്കെടുത്തിട്ടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നമസ്കാരം.
വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ മുഹൂർത്തത്തിൽ ഭഗവാന്റെ തിരുവചനങ്ങൾ മറ്റ് ഭാഷകളിൽ റെക്കോർഡ് ചെയ്ത് പ്രസ്തുതപ്പെടുത്തുവാൻ കഴിഞ്ഞ വെങ്കടേഷ് സാറിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വളരെ പേരും പ്രസക്തിയുമുള്ള വ്യക്തികൾ പാടുകയും ഇതിൻ്റെ ഗാനങ്ങൾ രചിക്കുകയും ചെയ്ത ഈ സംഗീത ആൽബം ഗുരുവായൂരപ്പൻ്റെ നന്മകൾ, ശ്രീകൃഷ്ണ കഥകൾ വളരെ രാജ്യവ്യാപകമായി പല ഭാഷകളിലും ഇറങ്ങുമ്പോൾ അത് ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് അതിൽ ആത്മാർത്ഥമായ സന്തോഷമുണ്ട്. ഇതുപോലുള്ള ഗാനങ്ങളൊക്കെയാണ് ഭക്തന്മാരെ ഗുരുവായൂരേക്ക് ആകർഷിക്കുവാൻ ഒരു പരിധിവരെ കഴിയുന്നത്. നാരായണീയത്തെ പോലും മറ്റ് കാര്യങ്ങളെപ്പോലും ഒക്കെ തന്നെ ഈ ഭഗവാന്റെ കഥകൾ സംഗീത രൂപത്തിൽ മറ്റുള്ളവർക്ക് ആസ്വദിക്കുമ്പോൾ ഗുരുവായൂരിനെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ അറിയുവാനുള്ള താല്പര്യം ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കുണ്ടാവും. അത് വെങ്കടേഷ് സാറിൻ്റെ ഒരു ശ്രമം വളരെ വലുതായി ഞങ്ങൾ കാണുന്നു. അങ്ങനെയുള്ള ഓരോ വ്യക്തികൾക്കും ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ ഈ ആൽബത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ എല്ലാവിധ കൃതജ്ഞതയും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഈ വേദിയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Respected Chairman of the Guruvayur Devaswam Board and Committee Head and my dear friend Venkat and all the guests, ரொம்ப சந்தோஷமாக இருக்குது. and I am very thankful to this குருவாயூரப்பன். இந்த ஒரு நல்ல நாள் வைகுண்ட ஏகாதசி அன்னைக்கு காலம்பர ஒரு நல்ல தர்ஷனோட ஒரு நல்ல ஃபங்க்ஷன் அண்ட் இவ்வளோ ஒரு நல்ல சீஃப் கெஸ்ட்டோட வந்து கூட உட்காந்து இந்த ஒரு ஃபங்க்ஷன் பார்க்கக்கூடிய ஒரு சந்தர்ப்பம் கொடுத்த வெங்கட் சார் ரொம்ப தேங்க்யூ. அண்ட் ஒரு 11 ஆல்பம்ஸ் வெங்கட் சார் பண்ணியிருக்காரு. அண்ட் நான் வந்து ரொம்ப ப்ரௌடாக சொல்ல முடியும், இந்த 11 ஆல்பம்ஸ்லேயும் வந்து இந்த ஆல்பம் தான் வந்து பெஸ்ட் சவுண்டிங் அப்படின்ட்டு. ஸோ ஐ எம் வெரி கிரேட்ஃபுல் அண்ட் வெரி தேங்க்ஃபுல் டு காட் சார். இந்த ஒரு ஆல்பம் எங்களோட ஸ்டுடியோவில் என்னோட முன்னிலையில் வந்து இந்த ஆல்பம் ஃபைனல் ஆனதுக்கு. ஸோ ஐம் வெரி தேங்க்ஃபுல் அண்ட் ஐ விஷ் ஹிம் ஆல் தி பெஸ்ட். இந்த 2015 வந்து இட்ஸ் a very good start to all of us and for all of you also, and all the best to all of you. Thank you. കൃതജ്ഞത രേഖപ്പെടുത്താനായി ശ്രീ പി പി വെങ്കടിനെ ഞാൻ ക്ഷണിച്ചോളൂ. മലയാളത്തിൽ ഏകദേശം നല്ല വിധം സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് കോളേജും സ്കൂളൊക്കെ പഠിച്ചത് കേരളത്തിൽ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്, വളരെ സരളമായി ചെയ്യുന്നത്, ആ മുരുകൻ്റെ ആശീർവാദം. തമിഴ് എൻ്റെ ഉള്ളിൽ തനിയെ ജനിച്ചതാണ്. ഞാൻ തമിഴ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് കവിஞர் വാലി കണ്ണദാസനെ പോലെയുള്ള ഏറ്റവും വലിയ ഒരു കവിஞர், അയാൾ തന്നെ എന്നെ വിളിച്ചിട്ട് അത്രത്തോളം അപ്രിഷ്യേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് തമിഴ് ഭഗവാൻ ഉള്ളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്, തനിയെ തമിഴ് എങ്ങനെയാണ് വരുന്നതെന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയമാണ്. അതുകൊണ്ടാണ് ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ ഗുരുനാഥനായ സൗന്ദരരാജൻ്റെ പാടലുകൾ എല്ലാം പാടി, അത്രത്തോളം അയാളുടെ പാട്ടുകൾ മാത്രം പാടി, അയാളുടെ സൗണ്ടിൽ പാടി, അതേപോലെ പാടി, അയാൾ എങ്ങനെ ചെയ്തിരിക്കുന്ന അതേ ആക്ഷൻസിലും ചെയ്ത് ഇതുവരെ ഒരു 400 പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് മ്യൂസിക് പ്രോഗ്രാംസ്. അതുകൂടാതെ എന്നെ ചെന്നൈയിൽ MS വിശ്വനാഥൻ, ശങ്കർ ഗണേഷ്, ജയശങ്കർ ഇവരെല്ലാവരും കൂടി വിളിച്ച് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. ആ സമയത്ത് MS വിശ്വനാഥൻ സാർ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ സൗണ്ടിൽ നിങ്ങൾ പാടി ഒരു ആൽബം ചെയ്യണം. 1989 ഫെബ്രുവരി മാസം 24-ാം തീയതിയാണ് അത് പറഞ്ഞത്. അന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് മ്യൂസിക് ഡയറക്ടറോട് പറഞ്ഞ് ഒരു പാട്ട് ആൽബം കാസറ്റ്